ഇതിൽ ആരോപണം ഉയർന്ന കോൺഗ്രസ് MLA-മാർ രാജിവെക്കാത്തത് കൊണ്ടാണ് മുകേഷ് രാജിവെക്കാത്തത് എന്നാണ് അവരുടെ വാദമെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പറയപ്പെടുന്ന 2 MLA-മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. നിയമ നടപടികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ആ 2 MLA-മാരും തങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കുന്ന പോലുമില്ല. പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മുകേഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, പണ്ട് നടന്ന കാര്യമല്ലേ എന്ന് മുകേഷ് സ്വമേധയാ സമ്മതിക്കുന്നു. മാത്രമല്ല നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നിരന്തരം പലവട്ടം ആവർത്തിക്കപ്പെട്ടു. പല വ്യക്തികൾ മുകേഷിനെതിരെ പറയുന്നു. മാത്രമല്ല സ്വന്തം വീട്ടുകാരും മുൻ ഭാര്യമാരായിട്ടുള്ള 2 പേർ മുകേഷിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ തെളിവുകളായിട്ടുണ്ട്. വീട്ടുകാരും നാട്ടുകാരും സിനിമാ പ്രവർത്തകരും ഒക്കെ നിരന്തരം പറയുന്നു മുകേഷിനെതിരെ. അതിനെയും മറ്റാളുകളെയും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു വന്ന് സംസാരിച്ചത് മുകേഷ് എന്ന് പറഞ്ഞ LDF-ന്റെ CPM-ന്റെ MLA-ക്കെതിരെയാണ്. മറ്റു പല സിനിമാ നടന്മാരുടെയും മറ്റു പലരുടെയും പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നത് മുകേഷിനെതിരെയാണ്. ഒന്നാമത്തത്. അടുത്തത്, ഭരണകക്ഷിയുടെ MLA ആണ് അദ്ദേഹം. മറ്റ് 2 MLA-മാരെ പറയുമ്പോൾ അവർ പ്രതിപക്ഷ ഭാഗത്ത് ഇരിക്കുന്ന MLA-മാരാ. അവർക്ക് ഭരണത്തിൻ്റെതായ യാതൊരു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസുകളെ തേച്ചു മായ്ച്ചു കളയാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷെ ഭരണകക്ഷിയുടെ MLA ആയിട്ട് ഇരിക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട MLA ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ടാമതൊരു അവസരം കൊടുക്കുന്നത്. മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും അത്രത്തോളം CPM-ൽ ഭരണപക്ഷ പാർട്ടിയിൽ അത്രത്തോളം ശേഷിയും ശക്തിയുമുള്ള ഒരു നേതാവിനെതിരെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ് സാമാന്യ മര്യാദ. അത് ഒന്നാമത്തെ കാര്യം. അടുത്തത് അല്ല, ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. ഹാഷ്മി, നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തുടരുന്ന നല്ല പരിപാടിയാണോ? കാരണം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നയരൂപീകരണ സമിതിയാണ്. അവിടെ ഈ പീഡിപ്പിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന അതിജീവിതമാരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അതിൽ പ്രധാന വേട്ടക്കാരൻ തന്നെ ആ സമിതിയിൽ ഇരിക്കുന്നത് ശരിയായ ഒരു പരിപാടിയാണോ? മാത്രമല്ല ഈ കൊല്ലം ജില്ലയിലെ പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന് എതിരാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വാർത്ത. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹസ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തെ പാർട്ടിയിൽ സങ്കീർണതയുടെ പരകോടിയിൽ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മുകേഷിന് പണ്ട് പവിത്രത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മത്സരിപ്പിച്ചതെന്ന് പറയുന്നു. മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അവിടെയുണ്ട്. പിന്നെ പവിത്രത എന്ന് പറഞ്ഞ വാക്കിൽ CPM വിശ്വസിക്കുന്നുണ്ടോ എന്നും എനിക്ക് അറിയാൻ കൗതുകമുണ്ട്. മാത്രമല്ല ഹസ്കർ പറഞ്ഞൊരു വാദമുണ്ട്. അദ്ദേഹം പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന്. എങ്കിൽ താങ്കൾക്ക് എന്തുകൊണ്ടാണ് മുകേഷ് രാജിവെക്കണമെന്ന് തോന്നിയത്? ആ തോന്നൽ എന്തുകൊണ്ടാണ് താങ്കൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പാർട്ടിയിൽ CPM-ൽ അത് ധരിപ്പിക്കാത്തത്? വീട്ടിലും പാർട്ടിയിലും നാട്ടിലും ഒക്കെ വേണ്ടാത്ത ഒരാളെ എന്തിനാണ് പൊതുജനം സഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാത്രമല്ല ഈ മുകേഷ് എന്ന് പറഞ്ഞ MLA-യെ ഇനിയും നമ്മൾ എന്തിനാണ് സഹിക്കുന്നത്? സ്വന്തം പാർട്ടിയിലെ സ്വന്തം മുന്നണിയിലെ നേതാക്കന്മാരടക്കം ആനി രാജയെ പോലുള്ള ആളുകളടക്കം CPM-നും പിണറായി വിജയനും വേണ്ടിയിട്ട് നിരന്തരം പേനയുന്തുന്ന ആളുകളടക്കം മുകേഷ് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ആ പറച്ചിലിനൊപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെയും താല്പര്യം. പക്ഷെ മുകേഷ് തീരുമാനിക്കണം. CPയുടെ നിലപാടാണ്, അവർക്കുള്ളിൽ നിൽക്കുന്നവർ അവരുടെ നിലപാടാണ്, 100 സ്ത്രീകൾ ഒപ്പിട്ട് നൽകിയ കത്ത് അവരുടെ നിലപാടാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെട്ടോ പ്രതിപക്ഷ നേതാവടക്കം? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വെർബലും മെന്റലും ഫിസിക്കലുമായിട്ട് സ്ത്രീകളെ ഇതുപോലെ വേട്ടയാടിയ ഒരാള് പാർട്ടിയിൽ നിന്ന് പീഡനത്തിന് പിന്തുണ കിട്ടിയില്ലെന്നോർത്ത് പാർട്ടി കൊടി മാറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് പൂർത്തിയാകട്ടെ. ഈ മുകേഷിനെ കേരളത്തിലെ പീഡനത്തിന്റെ, മലയാള സിനിമയിലെ പീഡനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ചുമക്കേണ്ട ബാധ്യത നമ്മൾക്കില്ല. അദ്ദേഹം മാറി നിന്ന് അന്വേഷണത്തെ നേരിടാനുള്ള ആർജവം കാണിക്കണം. കാരണം ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA അല്ലേ അദ്ദേഹം. ഈ അന്വേഷണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളല്ലേ, മാറി നിൽക്കേണ്ടതല്ലേ? ഇവിടെ പ്രശ്നം പ്രോട്ടോകോൾ ഒന്നുമല്ല ജിൻഡോ. ഇവിടെ ഡൽഹിയിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയെ കൊല്ലും എന്നുള്ള ആക്ഷൻ കാണിക്കുന്നു. അതിന്റെ തുടർച്ചയിൽ രാമനിലയത്തിന്റെ പുറത്ത് മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ ഉദ്ദേശത്തോടുകൂടി പിന്നെയും പോകുന്നു. അവിടെ മീഡിയ മാത്രമല്ല കേട്ടോ, ഏഷ്യാനെറ്റ് അടക്കം, ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും ഒക്കെ ലേഖകന്മാർ സമാനമായ ഉദ്ദേശത്തോടുകൂടി പോവുകയാണ്, കൊല്ലാൻ പോവുകയാണ്. കേസെടുക്കണ്ടേ ജിൻഡോ? തീർച്ചയായിട്ടും കേസെടുക്കണമെന്നേ. മാത്രമല്ല കേന്ദ്രമന്ത്രിയെ കൊല്ലാൻ ആക്ഷൻ കാണിച്ച ആളോട് നിങ്ങൾ ഡൽഹിയിൽ ക്ഷമിച്ചു, പക്ഷെ തൃശ്ശൂർ ചോദ്യം ചോദിച്ചാൽ അതിനെതിരെ പരാതി കൊടുക്കും. എവിടത്തെ ന്യായമാണ് സന്ദീപ് വാര്യർ പറയുന്നത്? നിങ്ങളുടെ ആക്ഷൻ ഹീറോയെ കൊല്ലാൻ ആംഗ്യം കാണിച്ചവരോട് ക്ഷമിക്കും, പക്ഷെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കേസ് കൊടുക്കും. സുരേഷ് ഗോപി ഈ തവണ മാത്രമല്ല, സുരേഷ് ഗോപിക്കെതിരെ നിരവധി തവണ മീഡിയ വണ്ണിന്റെ ഭാഗത്ത് വളരെ സംയമനം പാലിച്ച വ്യക്തിയാണ്. അദ്ദേഹം ആത്മസമയം പാലിച്ച വ്യക്തിയാണ്. അദ്ദേഹം
ആത്മസംയമനം പാലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മസംയമനം ദൗർബല്യമായി കാണണ്ട. സുരേഷ് ഗോപിയുടെ ആത്മസംയമനം ദൗർബല്യമൊന്നുമല്ല. ഞാൻ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചൊരു കേന്ദ്രമന്ത്രിയെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് താങ്കളുടെ ദുർബല ആരോപണങ്ങൾ. അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്നയിലേക്ക് പരാതിയുമായി പോകണം, അല്ലെങ്കിൽ ഈ ബാലിശവാദങ്ങൾ ആവർത്തിക്കരുത്. ശരി ശരി എന്തായാലും എന്ത് ബാലിശവാദം? ശരി ശരി സാർ, അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ പരാതി കൊടു. ശരി ശരി ജയിലാക്കാനുള്ള പണിയാണല്ലോ എടുത്തത്. അല്ല, അതുകൂടി പരാതി കൊടുക്കും താങ്കൾ. ജയിലാക്കാനുള്ള പണിയാണല്ലോ ആഷ്മി ഇപ്പൊ എടുത്തത്. അല്ല, അതുകൂടി പരാതി കൊടുക്കുന്നേ. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സന്ദീപ് പറഞ്ഞ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാധ്യമ പ്രവർത്തകർ 2 ചോദ്യം ചോദിക്കുമ്പോഴേക്കും മുട്ടുപറച്ച് കൊല്ലാൻ വരുന്നു കരുതിയാൽ അയ്യേ കഷ്ടം സന്ദീപ്, അയ്യേ കഷ്ടം. ശരി, കൊടുക്കൂ 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 ശരി, കൊടുക്കൂ. സകല തീവ്രവാദികളെയും ദേശസുരക്ഷയ്ക്ക് ഭീഷണി പിടിച്ച് അകത്തോട് വേണമെങ്കിൽ തൂക്കിക്കൊല്ലൂ. ഓക്കെ, എന്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്.